അയ്യോ, ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ചിരിക്കാതെ എന്തോ ചെയ്യും? അച്ഛനെയും അമ്മയും ഭാര്യയും ഭർത്താവിനെയും വരെ വാടക കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ എന്തോന്നാ ഗർഭപാത്രം വാടക കിട്ടുമെന്നോ? അതെവിടെ കിട്ടും? കറിയാച്ചാ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇംഗ്ലണ്ട് എങ്കിൽ ഇംഗ്ലണ്ട്, അമേരിക്ക എങ്കിൽ അമേരിക്ക. എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ? എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഇപ്പൊ ഉണ്ടേലും ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല. ആ, എങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ പോകും. നല്ലൊരു മദാമയം കൊണ്ടുവരും, സംഗതി നടത്തും. പ്രസവം കഴിഞ്ഞ് കുറച്ച് ക്യാഷ് കൊടുത്ത് വിമാനത്തെ കയറ്റി വിടും. അപ്പൊ പ്രശ്നമുണ്ട്. കൊച്ചാംഗ്ലോ ഇന്ത്യനായി പോകും. നമ്മുടെ മണ്ണിന്റെ മണം ഉണ്ടാവില്ല. വേണ്ട. നമ്മുടെ പൈതൃകം ആർഷഭാരതത്തിന്റെ ഒരു ഗർഭപാത്രം വാടകയ്ക്ക് കിട്ടാത്ത നാടിന്റെ പൈതൃകം എന്റെ മോന് വേണ്ട. എന്നെ എന്റെ തലയിലൊന്ന് മിന്നി. എന്താ? ഒരു സാധ്യത. ചങ്ങനാശ്ശേരി കോഴിക്കാല ഷാപ്പിനടുത്ത് ഒരു ഗർഭപാത്രം കിട്ടാനുണ്ട്. കൊള്ളാവുന്നതാണോ? കൊള്ളാമായിരിക്കണം. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഉള്ള പരിചയമാ. ഇപ്പോഴും മോശമായി കാണാൻ വഴിയില്ല. കാരണം ഭർത്താവ് നേരത്തെ തട്ടിപ്പോയതാ. കറിയാച്ചൻ എങ്ങനെയാ പരിചയം? പരിചയം എന്ന് പറഞ്ഞാൽ ഈ ഷാപ്പും വീടും തമ്മിൽ 50 അടി അകലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ. എന്ത് പ്രായം വരും? പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോ അങ്ങനെ കൂടുതലൊന്നുമില്ല. ഒരു 50, 55 അതിൽ കൂടുതലൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അത് താനെടുത്തോ, എനിക്ക് വേണ്ട. എടോ, നമ്മുടെ സ്ത്രീക്ക് 35 വയസ്സിന് താഴെ പ്രായം പാടുള്ളൂ. ഫെർട്ടിലിറ്റി വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, പത്രത്തിൽ ഒരു പരസ്യം കൂടെ. എന്നിട്ട് വേണം നാട്ടുകാർ മുഴുവൻ അറിയാൻ. ഇതിപ്പോ താനും ഞാനും ഡോക്ടർ ഹമീദും സീനത്തും ഗർഭിണിയാകാൻ പോകുന്ന പെൺകുട്ടിയും അവളുടെ ബന്ധുക്കളും പിന്നെ അവരുടെ ബന്ധുക്കളും പരിചയക്കാരും ഹോസ്പിറ്റലിലെ സ്റ്റാഫും. എടോ, ഇത് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല, പരസ്യമാവും. നാണക്കേടുണ്ടായി ആ വഴിക്ക് ചിന്തിക്കണ്ട. എനിക്കെന്താ നാണക്കേട്? പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതിൽ ഇത്ര നാണിക്കാൻ എന്തുവാ? ഓ ഓ എങ്കിൽ നമുക്കേ തുമ്മിയെ പോലൊരു ചെക്കനെ കിട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ? അതിന് ഞാൻ ചില വഴികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അത് നടക്കണമെങ്കിൽ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ഒന്ന് പോകണം. അങ്കിൾ, എനിക്കൊരു പാസ്പോർട്ട് എടുത്ത് തരണം. എനിക്കൊന്നും മനസ്സിലായില്ല. തുമ്മി പാസ്പോർട്ടുമായിട്ട് എന്താ ബന്ധം? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അങ്കിൾ, എനിക്കൊരു പാസ്പോർട്ട് എടുത്ത് തരുമോ? രാജീവ് സാറിന് ഫോൺ. ആരാ രാജ? കള്ളുകപ്പനികളും എല്ലാവരും ആണോ? അമീത് സാറാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ കൂടി എന്തോ ചില ചുറ്റിക്കളികളുണ്ട്. ഇല്ല, വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. വേഗം വരണം, ഞാൻ ഇത് ഇറങ്ങായി. അങ്കിൾ, ഒരു അത്യാവശ്യമുണ്ട്. താനെന്താ പറഞ്ഞു വന്നു? പറഞ്ഞേ. ഞാനൊന്ന് ശ്വാസം വിടട്ടെ. എന്തെല്ലാം നുണ പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നറിയാവോ? ഡോക്ടർ ആയാലും മജിസ്ട്രേറ്റ് ആയാലും പെണ്ണ് തന്നെയാ, ന്യൂസൻസ്. എന്നിട്ടൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി താൻ എത്ര നാളായി അലയുന്നു? എന്നിട്ട് എവിടുന്നേലും കിട്ടാനുണ്ടോ? ഇല്ല, ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, അമേരിക്കയെങ്കിൽ അമേരിക്ക. ഞാൻ ഒരാളെ തന്നാലോ? ഒരു ഗർഭപാത്രം വാടകയ്ക്ക് വാങ്ങി തന്നാലോ എന്ന്. സമ്മതിച്ചോ? സമ്മതിച്ചു എന്ന് പറഞ്ഞില്ല, പക്ഷെ സമ്മതിക്കും. അല്ലാതെ അവൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. സത്യത്തിൽ തന്റെ ഈ ഭ്രാന്തനാഗ്രഹം നടന്നു കാണാനുള്ള താല്പര്യം കൊണ്ടൊന്നുമില്ല. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേദന തോന്നി പെട്ടെന്ന് അങ്ങ് ചോദിച്ചു പോയതാണ്. ഡോക്ടർക്ക് അറിയാവുന്ന സ്ത്രീയാണോ? കാണാൻ എങ്ങനെയുണ്ട്? വെളുത്തിട്ടാണോ സ്വഭാവം? കല്യാണാലോചനയൊന്നും അല്ലല്ലോ. സോറി, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. 2 വർഷമായിട്ട് എനിക്കറിയാം അവളെ. എന്റെ പേഷ്യന്റ് ആണ് അവളുടെ ഭർത്താവ്. ഓ, മാരീഡ്? യെസ്, പ്രേമവിവാഹമായിരുന്നു. പേര് കേട്ടാ ചിലപ്പോ അറിയാം. ചന്ദ്രദാസ്. ഇല്ല ഇല്ല ഇല്ല, പറ പറ പറ. ഫുട്ബോളറാണ്. കഴിഞ്ഞ ഫെഡറേഷൻ കപ്പിന് ബഗാന് വേണ്ടി ഹാട്രിക് നേടിയ ഒരു ചന്ദ്രദാസ്. പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിരുന്നു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, പറ. അയാൾ ഇന്ന് ആരോരും അറിയാതെ ഭാര്യ വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ മരണവും കാത്തിരിക്കുന്നു. മരണം കാത്തോ? അതെ, നട്ടെല്ലിൽ വേദനയായിട്ടായിരുന്നു തുടക്കം. പല ആശുപത്രികളിലും കൊണ്ടുപോയി ചികിത്സിച്ചു. ആരും ശരിയായി ഡയഗ്നൈസ് ചെയ്തില്ല. പലരും പല രോഗത്തിന്റെ പേരിലും ചികിത്സിച്ചു. സ്ട്രോങ് മെഡിസിൻസ് കഴിച്ച് 6 മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ വൃക്കകളും തകരാറിലായി. 1-2 മാസങ്ങളായി തീരെ പ്രവർത്തിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ് നടത്തും. പക്ഷേ കിഡ്നി മാറ്റിവെക്കാതെ രക്ഷപ്പെടില്ല. ലക്ഷങ്ങളുടെ ചെലവ് വരും. അയാളുടെ വീട്ടുകാരാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അയാളുടെ ജീവന് വേണ്ടി അവൾ എന്തിനും തയ്യാറാണ്, മരിക്കാൻ പോലും. ഡോക്ടർ, നമ്മുടെ കാര്യമൊക്കെ വിശദീകരിച്ചു കൊടുത്തില്ലേ? എല്ലാം മനസ്സിലാക്കിട്ട് തന്നെയല്ലേ? അവസാനം പറ്റില്ല എന്ന് പറയരുത്. വിദ്യാഭ്യാസമുള്ള പെണ്ണാ അവള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചന്ദ്രദാസിന്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ
മരിക്കാൻ വരെ തയ്യാറാകുന്ന ആ മനസ്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഡോക്ടർ അവരുടെ പേര്? ആനി. ആനി. ഈ ആളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർ ഒരു കഥ പോലെയാണ് അയാളെ കുറിച്ച് പറഞ്ഞു വന്നത്. പറഞ്ഞു വന്നപ്പോ ഒരു കിറുക്കന്റെ രൂപമാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഉണ്ട് കിറുക്ക്. അയാൾക്ക് കുഞ്ഞുങ്ങളോട് കിറുക്ക്, എനിക്ക് കളിപ്പന്തുകളോട്, നിനക്ക് ഒരു പ്രയോജനവുമില്ലാത്ത എന്നോട്. എന്തിനാ ദാസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തതായി പലതുമുണ്ട്. കാലം, സൂര്യൻ, ജീവൻ. നീ അതിനാണ് ശ്രമിക്കുന്നത്. പോകുന്നതെല്ലാം പോട്ടെ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഞാനും കടന്നു പോട്ടെ. ഇല്ല, എന്ത് വില കൊടുത്തും ഞാൻ പൊരുതി നിൽക്കും. വിധിക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ദാസിന്റെ എല്ലാ അസുഖവും മാറും. പഴയതുപോലെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരും. പണത്തിന്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ആലോചിക്കുന്നത്. നിന്റെ ശുഭാപ്തി വിശ്വാസം ഭയങ്കരം തന്നെ. ഞാനൊന്നും പറയുന്നില്ല, നിന്നിഷ്ടം പോലെ ചെയ്യാം. ഒരു കിറുക്കന്റെ സ്വപ്നമെങ്കിലും സഫലമാവട്ടെ. ദാസിന് എന്തെങ്കിലും വിഷമമുണ്ടോ ഇതിൽ? ഉണ്ടെങ്കിൽ പറയണം. എന്തിന്? നിന്റെ മനസ്സും ശരീരവും എല്ലാം എനിക്ക് മാത്രമാണ്. പിന്നെ ഒരു ഭ്രൂണത്തിന്റെ വളർച്ച, 10 മാസം വളർച്ചയുള്ള ഒരു ട്യൂമർ, അത്രയല്ലേ ഉള്ളൂ. അതെ, അതിലപ്പുറം ഒന്നുമില്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. 10 മാസത്തെ ട്യൂമർ എന്നൊക്കെ പറയാൻ എളുപ്പമാ, പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇതല്ലാതെ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും അമ്മച്ചി? ഒരു ഭാരം ചുമക്കുന്ന പോലെ ഞാൻ കണക്കാക്കൂ. അത്രയും കാശ് അയാൾ തരുമോ? തരണം. എങ്കിലും സമ്മതിക്കൂ. കർത്താവേ, കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യങ്ങളാ. പൊറുക്കണേ. ഇതെന്താ ഒരിക്കലും ചേരാത്തൊരു കമ്പനി? കറിയാച്ചോ, താനെ വിട്ട ചെവരോടെ ചേർന്നോ? ഞാനിങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നന്നായി. ഞാനിതെങ്ങനെ അങ്കിളിനോട് പറയും എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ചലിപ്പ്. എന്നെ നമുക്ക് ലീഗലായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി പഠിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? ഏയ്, ഇതിൽ ലീഗലായിട്ടൊരു പ്രശ്നമില്ല. ഇതെന്റെ ആഗ്രഹത്തിന്റെ, എന്റെ സന്തോഷത്തിന്റെ കാര്യം മാത്രമാണ്. പിന്നെ അവശേഷിക്കുന്ന പണത്തിന്റെയും വേണ്ടി വന്നാൽ ഒരു കരാറിന്റെയും പ്രശ്നമാണ്. അതും ഒരു പ്രശ്നമാണല്ലോ. അത് നമുക്കൊരു കരാർ എഴുതി ഉണ്ടാക്കാം. എത്ര രൂപയുടെ പത്രമാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. ആ, അത് വേണം, അത് വേണം. നമ്മളങ്ങനെ മണ്ടന്മാരാകാൻ പാടില്ല. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ഒരു കരാർ എഴുതി ഉണ്ടാക്കാം. അത് വക്കീലിന് ഭംഗിയായി ചെയ്തൂടെ? അതാ ഞാനും പറഞ്ഞു വരുന്നത്. അപ്പൊ മിസ്റ്റർ പിള്ളേ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കണം. മേനോന്റെ പേരിൽ മുദ്രപത്രം വാങ്ങണം. ആ സ്ത്രീയുടെ കൃത്യമായ മേൽവിലാസവും വാങ്ങണം. കേൾക്കുന്നവര് വട്ടാണെന്ന് പറയുമല്ലോ എന്റെ ഈശ്വര. പറഞ്ഞോട്ടെ. ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എവിടെയും വട്ടന്മാരാണ്. ചരിത്രത്തിൽ എത്രയോ വട്ടന്മാരുണ്ട്. ഞാനൊരു തുഗ്ലക്കാണെന്ന് വിചാരിച്ചോളൂ അല്ലേ? അതെ അതെ. ചന്ദ്രദാസിന്റെ ബ്ലഡ് യൂറിയ ടെസ്റ്റിന് ഒരു സാമ്പിൾ എടുക്കാൻ പറയാം. ഞാൻ എഴുതിയിട്ടുണ്ട്. മേ കമിൻ സർ? ആ, വെൽക്കം വെൽക്കം. എന്താ പുതിയ വേഷവും ഭാവവും? കൺസൾട്ടിങ് ടൈം കഴിഞ്ഞു. എങ്കിലും ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോ ഒരു മര്യാദ കാണിക്കണമല്ലോ. ആ. അല്ല ഡോക്ടർ, ആ നേഴ്സിനെ കാര്യം അറിയോ? എന്ത്? ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് ഡോക്ടറെ കാണാൻ വന്നതെന്ന്. ഏ അല്ല, അവരെന്നെ കണ്ട് ഒരുമാതിരി വല്ലാത്ത ചിരി ചിരിച്ചു. കളിയാക്കിയുള്ളൊരു ചിരി. ചുമ്മാ. പിന്നെ കക്ഷി വന്നോ? ഉവ്വ, അതാണ് എന്നോട് വരാൻ പറഞ്ഞത്. സംഗതിയൊന്നും ഇല്ലെങ്കിലും ഒന്ന് കണ്ട് പരസ്പരം സംസാരിക്കുന്നതാണല്ലോ നല്ലത്. യെസ്, ഒന്ന് കാണണമെന്ന് എനിക്കൊരാശ ഉണ്ടായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ. എന്റെ കുഞ്ഞ് വളരാൻ പോകുന്നൊരു ശരീരമല്ലേ. അവരാവശ്യപ്പെടുന്നത് 2 ലക്ഷം രൂപയാണ്. ഓൾ റൈറ്റ്. ഇന്ന് കൊടുക്കണോ ക്യാഷ്? ഇന്ന് വേണമെങ്കിൽ ആവാം. സംഖ്യ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ഹേയ്, ഇനിയും വേണമെങ്കിൽ കൊടുക്കാം. വേണ്ട, അവരത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. വൃക്ക കൊടുക്കുന്ന ആളിന് 1 ലക്ഷം കൊടുക്കണം. പിന്നെ ഓപ്പറേഷൻ ചാർജസ്, അയാളുടെ പരിചരണം, പണച്ചെലവ് പിന്നെയും കിടക്കുന്നു.
അങ്ങനെ ഒരു ആവശ്യം വന്നാൽ സഹായിക്കണം. ഓ ഷുവർ. വൃക്ക വേണമെങ്കിൽ ഒരെണ്ണം എന്റെ എടുക്കാം. എനിക്കെന്തിനാ 2 എണ്ണം? അത് പറ്റില്ല. ചേരുന്നവരെ വൃക്ക മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഓ. അല്ലെങ്കിൽ ആനി കൊടുക്കുമായിരുന്നു. അപ്പോ കാണാം. സോറി, ഞാനേ ഒരു സ്മോൾ കഴിച്ചോട്ടെ. ചെറിയൊരു ചമ്മൽ, ഒരു വിറ. പിന്നെ ഇത്രയായ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുട്ടിയാകാൻ വല്ല സൂത്രമുണ്ടോ? അല്ല, ചിലപ്പോ പെൺകുട്ടിയായി പോയാലോ? അതൊന്നും അഷ്വർ ചെയ്യാൻ പറ്റില്ല. വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആൺകുട്ടി തന്നെ ആയിരിക്കും, മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പ്. മീറ്റ് മിസ്റ്റർ ചന്ദ്രദാസ്. ഞാൻ രാജീവ് മേനോൻ. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഗെയിംസിലൊന്നും വലിയ താല്പര്യമില്ല. ഗെയിംസിലെന്ന് മാത്രമല്ല, ഒന്നിലും. തുറന്നു ചോദിക്കട്ടെ, താങ്കൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമോ വിഷമോ ഒന്നുമില്ലല്ലോ? നന്ദിയുണ്ട്. വലിയൊരു തുകയാണ് ആവശ്യപ്പെടുന്നത്. മുതലാക്കാണെന്ന് തോന്നരുത്. വേറെ വഴിയില്ലാഞ്ഞിട്ടാ. പഴയ കാലം തിരിച്ചിട്ടാണെങ്കിൽ ഐ വിൽ പേ ദ മണി ബാക്ക്. അയ്യോ, അതൊന്നും വേണ്ട. സഹായം എന്ത് വേണമെങ്കിലും ഇനിയും ചോദിക്കാം. പിന്നെ എല്ലാറ്റിനും ഒരു രേഖ. അല്ല എനിക്കല്ല, എന്റെ അഡ്വക്കേറ്റിനാ. അല്ല, അതല്ലേ നല്ലത്. ആനി, ഇദ്ദേഹമാണ് നമ്മുടെ രക്ഷകൻ, മിസ്റ്റർ രാജീവ് മേനോൻ. എന്റെ ആനി. രാജീവിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ നാളെ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ. ഒരു നല്ല കാര്യത്തിനല്ലേ? നാളെയോ? പിന്നെന്താ, നടത്തണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നടത്തണം. ഇതിന് ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസേ പറ്റൂ. നാളെ തന്നെ പോയേക്കാം. വാക്കുമാറി പോയി കളയുമോ എന്ന് അയാളുടെ പേടി.